ദേവിക ദേവിക അമ്മ എപ്പോ വന്നു? ഉച്ചക്ക്. അല്ല അറിഞ്ഞില്ല. അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? കെവിനെ ചായ എടുക്കട്ടെ? ആവാം. കടുപ്പം കൂട്ടി മധുരം കൂട്ടി വെള്ളം കുറച്ചൊരെണ്ണം എടുത്തു. ഉണ്ടാക്കി വെച്ചത് കുടിച്ചാ പോരെ മോനെ? മതി, ഞാൻ അഡ്ജസ്റ്റ്മെന്റിന്റെ ആളാണമ്മേ. അല്ല അമ്മ അമ്മ ഒന്ന് വന്നേ, ഒരു കാര്യം പറയാം. എന്തിനാ വന്നേ? പറയാം, വാ. നമുക്ക് പുറത്തേക്ക് വെക്കാം. എനിക്ക് ചായ വേണ്ട കേട്ടോ. ആലീസും കൊച്ചൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. മോൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? അവൾക്ക് ഈ മെയ്യില് 3 ആവും. 3 വയസ്സായല്ലേ? പിന്നെ എത്ര പെട്ടെന്നാ വർഷങ്ങളൊക്കെ കടന്നു പോണേ. ഞാനൊരച്ഛനായെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ദേവികെ, സംഭവം ഞാൻ അറിഞ്ഞു. സുഹിത്തനോടെല്ലാം പറഞ്ഞു. നിന്റെ ഭാഗത്താ തെറ്റ്. നീ കുറച്ചുകൂടെ കെയർഫുൾ ആവേണ്ടതായിരുന്നു. പണ്ടത്തെ കാലമല്ല, പിള്ളേർ എന്താ എപ്പോഴാ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? അവനെ പറഞ്ഞാൽ മതിയല്ലോ. അവൻ നിനക്കത്ര ഫ്രീഡം തരാൻ പാടില്ലായിരുന്നു. ഏതായാലും സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. ഇനി നമുക്ക് കൂടുതൽ സംഭവിക്കാൻ നോക്കാം, അല്ലേ? എൻ്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട് ദേവികെ. നമുക്കത് വർക്കൗട്ട് ചെയ്യാടോ. ആരും അറിയില്ല. അടിസ്ഥാനപരമായിട്ട് കുടുംബത്തിന്റെ അന്തസ്സാണല്ലോ പ്രധാനം. മാത്രമല്ല, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന. അല്ല, ഞാൻ പറഞ്ഞു വന്ന് ഇറങ്ങ് പുറത്ത്. ദേവിക, ഞാൻ ഉദ്ദേശിച്ചു പ്രിവെൻഷൻ. നിക്ക് നിക്ക് അമ്മേ, പോലെ പ്ലീസ് പ്ലീസ്, ഞാൻ ഒന്ന് പറയട്ടെ. എന്തു പറ്റി? കെവിൻ എന്തേ? കെവിനെ എന്താ മോളെ? ജിഷ ഒന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ? സുഹിതനടുത്ത്. കെവിനെ എന്തായി എന്തായി? എടാ കോപ്പേ, ഇനി മേലെ നിന്റെ ഒരു കാര്യത്തിന് എന്നെ വിളിച്ചേക്കില്ല. നീയായി നിന്റെ കെട്ടുകളായി. പറഞ്ഞു മനസ്സിലല്ലോ. എടാ എന്തോ ഉണ്ടായെന്ന് പറഞ്ഞു. അവളോട് ചോദിക്കടാ. ഓ എന്റെ പൊന്നളിയോ, എങ്ങനെ സഹിക്കുന്നടാ ഇതിനൊക്കെ. സമ്മതിക്കണം നിന്നെ. ചേട്ടാ ചേട്ടാ, ഒരു ലിഫ്റ്റ് ചെയ്തു. എങ്ങോട്ടാ? ടൗണിലേക്ക്. ഞാൻ ജംഗ്ഷൻ വരെ ആ കുഴപ്പമില്ല ചേട്ടാ. എടാ എന്താണെങ്കിലും ഓടാ. ഉപദേശിക്കാൻ ഇനി ആളയക്കുന്നുണ്ടെങ്കിൽ പറയണം. എനിക്കൊന്ന് പ്രിപ്പയർഡ് ആവാനാ. നീയാണ് എന്റെ കെട്ടിയോൻ, കെവിൻ അല്ല. അതോർത്താ നിനക്ക് നല്ലത്. ദേവിക, ഞാനത് അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതൊന്ന് സംസാരിക്കാൻ വേണ്ടിട്ടാണ്. നിനക്ക് പോലും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ സുജിത്തെ. എടാ, ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആയപ്പോ അവനോട് പറഞ്ഞതാ. ഇമോഷൻ? എനിക്കൊന്നുമില്ലല്ലോ ഇമോഷൻ. ശരി, ഞാനിപ്പോ എന്താ വേണ്ടേ? എനിക്ക് കംപ്ലൈന്റ് ചെയ്യണം. നാളെ എന്നോട് സ്റ്റേഷനിൽ വരണം. പറ്റത്തില്ലേ? എന്താ എന്താ വാ പറയാം. എന്താ കാര്യം? നീ വന്നേ.
കൈവിട്. എന്താ? നമുക്കിത് വേണ്ട, നമുക്ക് പോവാം. എടാ നീ പറയുന്ന എല്ലാം ഞാൻ കേൾക്കാം. ഓക്കെ, നമുക്കിത് മറക്കാൻ എവിടെയെങ്കിലും പോയി സെറ്റിലായി പോരെ, ഇത് കളഞ്ഞാ പോരെ. നീ എന്തുവായി പറയുന്നേ? നമുക്ക് കംപ്ലീറ്റ് ചെയ്യണ്ടേ? നമുക്കതിന് വേറെന്തെങ്കിലും ഓപ്ഷൻ നോക്കാന്ന്. പറ്റത്തില്ല സുജിത്തെ, എനിക്ക് കംപ്ലൈന്റ് ചെയ്യണം. നിനക്ക് പോലീസുകാരുടെ സ്വഭാവം അറിയാത്തോണ്ടാണ്. ഈ നാറികൾ ഇതെല്ലാം കുളവാക്കത്തേ ഉള്ളൂ. അവസാനം നീ സ്വയിഷ്ടത്തിന് ഇറങ്ങി പോയതാണെന്ന് ഒരാൾ പറയും. റേപ്പ് ചെയ്യപ്പെട്ട പെണ്ണിനെ നോക്കി ഇറങ്ങി ഓടിക്കൂടാന്ന് ചോദിച്ച കോടതിയുള്ള നാടാണിത്. അവസാനം നിയമത്തിന്റെ വഴിക്കോ നമ്മളൊരു വഴിക്കാവും. ഒന്ന് പറയണ കേക്ക് പ്ലീസ്. നീ ധന്യയുടെ കാര്യം ആലോചിച്ച് നോക്ക്. ഇത് ഇഷ്യൂ ആയി കഴിഞ്ഞാൽ അവളുടെ കല്യാണം നടക്കൂ? പറ. എടാ ഞാൻ കാല് പിടിക്കാം പ്ലീസ്. ദേവികേ